നമസ്കാരം. പ്രധാന വാർത്തകൾ. ജില്ലയിലെ CPM സ്ഥാനാർത്ഥികളുടെ പ്രാഥമിക സൂചനയായി കായംകുളത്ത് പ്രതിഭയ്ക്ക് പുറമെ അഡ്വക്കേറ്റ് KH ബാബുജാന്റെ പേരും. ഇന്ധനവില വർധനയിൽ പ്രതിഷേധം. സംയുക്ത സമരസമിതിയുടെ വാഹന പണിമുടക്ക് ചൊവ്വാഴ്ച. KSRTC യൂണിയനുകളും സ്വകാര്യ ബസ് സംഘടനകളും പങ്കെടുക്കും. പാചകവാതക വില വർധന അസഹനീയം. ഹോട്ടലുടമകൾ ഹോട്ടലുകളുടെ മുന്നിൽ ഗ്യാസ് കുറ്റി നിരത്തി അടുപ്പ് കൂട്ടി പാചകം ചെയ്ത് പ്രതിഷേധ സമരം നടത്തി. ജില്ലയിൽ 137 പേർക്ക് കോവിഡ്, 133 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം, 15,155 പേർ ക്വാറന്റീനിൽ. വാർത്തകൾ വിശദമായി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ CPM സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച പ്രാഥമിക ചിത്രങ്ങൾ പുറത്തുവന്നു. സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന വിജയരാഘവൻ പങ്കെടുത്ത ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ജില്ലാ നേതൃത്വം സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച നിലപാട് വ്യക്തമാക്കിയത്. കായംകുളത്ത് സിറ്റിംഗ് MLA അഡ്വക്കേറ്റ് പ്രതിഭയുടെ പേരിനൊപ്പം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗവുമായ അഡ്വക്കേറ്റ് KH ബാബുജാന്റെ പേരും സജീവമായി രംഗത്തുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ CPM സ്ഥാനാർത്ഥികളുടെ ആദ്യ ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന വിജയരാഘവൻ പങ്കെടുത്ത ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ജില്ലാ നേതൃത്വം സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച പ്രാഥമിക നിലപാട് വ്യക്തമാക്കിയത്. കായംകുളത്ത് സിറ്റിംഗ് MLA അഡ്വക്കേറ്റ് പ്രതിഭയുടെ പേരിനൊപ്പം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗവുമായ അഡ്വക്കേറ്റ് KH ബാബുജാന്റെ പേരും സജീവമായി ഇട്ടുണ്ട്. പ്രതിഭയെ കായംകുളത്ത് മത്സരിപ്പിക്കുന്നതിന് എതിരെയും യോഗത്തിൽ അഭിപ്രായമുയർന്നതായാണ് സൂചന. പ്രതിഭയെ അരൂരിൽ മത്സരിപ്പിക്കാമെന്ന നിർദ്ദേശമുണ്ടായെങ്കിലും സെക്രട്ടേറിയറ്റിൽ വേണ്ടത്ര പിന്തുണ ലഭിച്ചില്ല എന്നും സൂചനയുണ്ട്. എന്തായാലും അഡ്വക്കേറ്റ് പ്രതിഭയുടെ പേരിനൊപ്പം KH ബാബുജാന്റെ പേരും ചേർത്താണ് കായംകുളം നിയോജക മണ്ഡലത്തിന്റെ പട്ടിക സംസ്ഥാന നേതൃത്വത്തിന് കൈമാറുക. മാവേലിക്കരയിൽ R രാജേഷ് 2 ടേം പൂർത്തിയാക്കിയ ആളാണ്. R രാജേഷിന് ഒരു അവസരം കൂടി നൽകണമെന്നാണ് യോഗത്തിൽ ഉയർന്ന പൊതു അഭിപ്രായം. എന്നാൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം K രാഘവന്റെ പേരും മുന്നോട്ട് വന്നിട്ടുണ്ട്. മന്ത്രിമാരായ തോമസ് ഐസക്കിനും G സുധാകരനും വീണ്ടും മത്സരിക്കാനായി 2 ടേം വ്യവസ്ഥയിൽ ഇളവ് നൽകണമെന്ന CPM ജില്ലാ നേതൃത്വത്തിന്റെ നിർദ്ദേശവും സംസ്ഥാന സെക്രട്ടറിക്ക് മുമ്പാകെ വെച്ചിട്ടുണ്ട്. CDNet ന്യൂസ്, കായംകുളം. ഇന്ധനവില വർധനയിൽ പ്രതിഷേധിച്ച് സംയുക്ത സമരസമിതിയുടെ വാഹന പണിമുടക്ക് ചൊവ്വാഴ്ച രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ. BMS ഒഴികെ എല്ലാ ട്രേഡ് യൂണിയനുകളും പണിമുടക്കിൽ പങ്കെടുക്കുന്നുണ്ട്. KSRTC യൂണിയനുകളും സ്വകാര്യ ബസ് സംഘടനകളും സഹകരിക്കുമെന്ന് സമരസമിതി നേതാക്കൾ അറിയിച്ചു. ഇന്ധന വില വർധനയിൽ പ്രതിഷേധിച്ചാണ് സംയുക്ത സമരസമിതി ചൊവ്വാഴ്ച വാഹന പണിമുടക്ക് നടത്തുന്നത്. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് പണിമുടക്ക്. BMS ഒഴികെ എല്ലാ ട്രേഡ് യൂണിയനുകളും പണിമുടക്കിൽ പങ്കെടുക്കുന്നുണ്ട്. അതേസമയം KSRTC യൂണിയനുകളും സ്വകാര്യ ബസ് സംഘടനകളും സഹകരിക്കുമെന്ന് സമരസമിതി നേതാക്കൾ അറിയിച്ചു. ഇത് പൊതുഗതാഗതത്തെ ബാധിക്കും. വാഹന ഉടമകളും പണിമുടക്കും. ഓട്ടോറിക്ഷ, ടാക്സി, ചെറുകിട വാഹനങ്ങൾ, ചരക്ക് കടത്തു വാഹനങ്ങൾ, സ്വകാര്യ ബസ്, KSRTC ബസ്സുകൾ തുടങ്ങിയവ നിരത്തിലിറങ്ങില്ല. ഫലത്തിൽ ഹർത്താലിന്റെ പ്രതീതിയാകും ഉണ്ടാവുക. പാൽ, പത്രം, ആംബുലൻസ്, പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാഹനങ്ങൾ, വിവാഹം തുടങ്ങിയവയെ പണിമുടക്കിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. പണിമുടക്കിന് മുന്നോടിയായി എല്ലാ തൊഴിൽ കേന്ദ്രങ്ങളിലും തൊഴിലാളികളും തൊഴിലുടമകളും പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. CDNet ന്യൂസ്, കായംകുളം. പാചകവാതക വില വർധനയിൽ പ്രതിഷേധിച്ച് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹോട്ടലുകളുടെ മുന്നിൽ ഗ്യാസ് കുറ്റി നിരത്തി അടുപ്പ് കൂട്ടി പാചകം ചെയ്ത് സമരം നടത്തി. കാച്ചിയിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ മുന്നിൽ ഹോട്ടൽ ഉടമകൾ തലമുണ്ഡനം ചെയ്ത് ഭിക്ഷ യാചിച്ച് പ്രതിഷേധിക്കുന്നതിന് മുന്നോടിയായാണ് ജില്ലാ കമ്മിറ്റി ഹോട്ടലുകൾക്ക് മുന്നിൽ പ്രതീകാത്മക സമരം സംഘടിപ്പിച്ചത്. പാചകവാതക വില വർധനയിൽ പ്രതിഷേധിച്ച് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹോട്ടലുകളുടെ മുന്നിൽ ഗ്യാസ് കുറ്റി നിരത്തി അടുപ്പ് കൂട്ടി പാചകം ചെയ്ത് പ്രതിഷേധിച്ചു. കഴിഞ്ഞ 3 മാസമായി 35% വില വർധനയാണ് പാചകവാതകത്തിന് ഉണ്ടായിരിക്കുന്നത്. ഇത് ഹോട്ടൽ മേഖലയ്ക്ക് കടുത്ത പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്.
ഇത് കാരണം ഹോട്ടൽ നടത്തിപ്പ് തന്നെ ദുഷ്കരമായിരിക്കുന്നുവെന്നും സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു. ഈ സാഹചര്യത്തിൽ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച കൊച്ചിയിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ മുന്നിൽ ഹോട്ടലുടമകൾ തലമുണ്ഡനം ചെയ്ത് ഭിക്ഷയാചിച്ച് പ്രതിഷേധിക്കുന്നതിന് മുന്നോടിയായാണ് ജില്ലാ കമ്മിറ്റി ഹോട്ടലുകൾക്ക് മുന്നിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. കായംകുളത്ത് നടന്ന പ്രതിഷേധ പരിപാടി സംഘടനാ ജില്ലാ ട്രഷറർ SK നസീർ ഉദ്ഘാടനം ചെയ്തു. 35% വിലവർധനവാണ് ഈ 60 ദിവസം കൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് പെട്രോളിനും ഡീസലിനും വർധനവ് വരുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ പാചകവാതത്തിന് നിത്യോപയോഗ സാധനങ്ങളുടെ വില അതിനതീതമായി കുതിച്ചുയർന്നിരിക്കുന്നതാണ്. ഹോട്ടലിൽ നടത്തിക്കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരം ഒരു പ്രതിഷേധം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ജില്ലാ വൈസ് പ്രസിഡന്റ് രമേശ് ആര്യാസ് അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ സെയ്ഫുദ്ദീൻ മാർവൽ, NR അജയകുമാർ, മൈന ഗോപിനാഥ്, സജീർ കുന്നുകണ്ടം, ഷെരീഫ് അലങ്കാർ, ബോസ്, ഷിഹാബ് പടിപ്പുരയിൽ എന്നിവർ പങ്കെടുത്തു. CD Net ന്യൂസ്, കായംകുളം. DCC പ്രസിഡന്റും സാംസ്കാരിക വിദ്യാഭ്യാസ പ്രവർത്തകനുമായിരുന്ന DCC പ്രസിഡന്റ് N മോഹൻകുമാറിന്റെ 21ാം ചരമവാർഷികം കായംകുളം സൗത്ത് നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു. ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടന്നു. DCC പ്രസിഡന്റും സാംസ്കാരിക വിദ്യാഭ്യാസ പ്രവർത്തകനുമായിരുന്ന N മോഹൻകുമാറിന്റെ 21ാം ചരമവാർഷികം കായംകുളം സൗത്ത് നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആചരിച്ചു. ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടന്നു. AJ ഷാജഹാൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. K രാജേന്ദ്രൻ സ്വാഗത പ്രസംഗം നടത്തി. KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് E ഷമീർ, N രവി, PS ബാബുരാജ്, ശ്രീജിത്ത് വത്തിയൂർ, K പുഷ്പദാസ്, ചേലക്കാട് രാധാകൃഷ്ണൻ, CS ഭാഷ, ബാബു മുനമ്പൽ, കൃഷ്ണകുമാർ, KR രാഹുലൻ എന്നിവർ സംസാരിച്ചു. കായംകുളത്തെ കോൺഗ്രസ്സുകാരെ സമഭാവനയോടെ സ്നേഹിച്ച, അവരുടെ സുഖദുഃഖങ്ങളിൽ പങ്കാളിയായ, മനുഷ്യസ്നേഹിയായ ഒരു നേതാവായിരുന്നു ശ്രീ മോഹൻ സാർ. തച്ചരി പ്രഭാകരനെ പോലെ പ്രഗത്ഭനായ ഒരു രാഷ്ട്രീയ നേതാവ് പടുത്തുയർത്തിയ ആലപ്പുഴ ജില്ലയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ പതാകാവാഹകനായി മുന്നോട്ട് പോകുവാനും. CD Net ന്യൂസ്, കായംകുളം. SSLCക്കും ഹയർ സെക്കൻഡറി വിഭാഗത്തിനുമുള്ള പൊതുപരീക്ഷ മാർച്ച് 17 മുതൽ. കോവിഡ് നിയന്ത്രണങ്ങളോടുകൂടി ഈ വർഷത്തെ SSLC ഹയർ സെക്കൻഡറി മാതൃകാ പരീക്ഷകൾ തുടങ്ങി. മാതൃകാ പരീക്ഷ മാർച്ച് 5-ന് അവസാനിക്കും. കോവിഡ് പശ്ചാത്തലത്തിൽ പ്രത്യേക ക്രമീകരണങ്ങളാണ് സ്കൂളുകളിൽ ഒരുക്കിയിരിക്കുന്നത്. SSLCക്കും ഹയർ സെക്കൻഡറി വിഭാഗത്തിനുമായുള്ള പൊതുപരീക്ഷ ഈ മാസം 17 മുതൽ നടക്കും. കോവിഡ് നിയന്ത്രണങ്ങളോടുകൂടി ഈ വർഷത്തെ SSLC ഹയർ സെക്കൻഡറി മാതൃകാ പരീക്ഷകൾ തുടങ്ങിയിട്ടുണ്ട്. മാതൃകാ പരീക്ഷ മാർച്ച് 5-ന് അവസാനിക്കും. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ പ്രത്യേക ക്രമീകരണങ്ങളാണ് പൊതുപരീക്ഷയ്ക്ക് സ്കൂളുകളിൽ ഒരുക്കുന്നത്. സാമൂഹ്യ അകലം പാലിച്ച് പരീക്ഷ എഴുതാൻ പ്രത്യേക രീതിയിലാണ് സീറ്റിംഗ് ക്രമീകരിക്കുന്നത്. രാവിലെ 9:40-നാണ് SSLC മോഡൽ പരീക്ഷകൾ ആരംഭിക്കുന്നത്. മാർച്ച് 5-ന് അവസാനിക്കുന്ന പരീക്ഷയുടെ ഉത്തരക്കടലാസ് വിതരണം മാർച്ച് 10-ന് നടക്കും. മാർച്ച് 10 മുതൽ പൊതുപരീക്ഷ ആരംഭിക്കുന്ന മാർച്ച് 17 വരെ വിദ്യാർത്ഥികൾ സ്കൂളിൽ വരേണ്ട ആവശ്യമില്ല. ഹയർ സെക്കൻഡറി വിഭാഗത്തിന് രാവിലെയും SSLCക്ക് ഉച്ചയ്ക്കുമാണ് പൊതുപരീക്ഷ നടക്കുക. CD Net ന്യൂസ്, കായംകുളം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം വിജ്ഞാപനമിറങ്ങുന്ന മാർച്ച് 12 മുതൽ ആരംഭിക്കുമെന്നും കോവിഡ് മാനദണ്ഡം പാലിച്ച് നാമനിർദ്ദേശം സമർപ്പിക്കുന്നതിനായി സ്ഥാനാർത്ഥിക്കൊപ്പം വരുന്ന വ്യക്തികളുടെ എണ്ണം 2ആയി പരിമിതപ്പെടുത്തിയിട്ടുണ്ടെന്നും ജില്ലാ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ കൂടിയായ ജില്ലാ കളക്ടർ A അലക്സാണ്ടർ അറിയിച്ചു. കോവിഡ് മാനദണ്ഡങ്ങളുടെ പശ്ചാത്തലത്തിൽ 1000-ലധികം വോട്ടർമാരുള്ള പോളിംഗ് ബൂത്തുകളിൽ അധിക പോളിംഗ് സ്റ്റേഷൻ ഒരുക്കുമെന്നും കളക്ടർ അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം വിജ്ഞാപനമിറങ്ങുന്ന മാർച്ച് 12 മുതൽ ആരംഭിക്കണമെന്നും കോവിഡ് മാനദണ്ഡം പാലിച്ച് നാമനിർദ്ദേശം സമർപ്പിക്കുന്നതിനായി സ്ഥാനാർത്ഥിക്കൊപ്പം വരുന്ന വ്യക്തികളുടെ എണ്ണം 2ആയി പരിമിതപ്പെടുത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ കൂടിയായ ജില്ലാ കളക്ടർ A അലക്സാണ്ടർ അറിയിച്ചു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായി നടത്തിയ യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാമനിർദ്ദേശത്തിനായി വാഹനങ്ങളുടെ എണ്ണവും 2ആയി ചുരുക്കിയിട്ടുണ്ട്. സ്ഥാനാർത്ഥികൾക്ക് കാത്തുനിൽക്കുന്നതിന് വലിയ ഇടം ക്രമീകരിക്കും. നാമനിർദ്ദേശ പത്രികയുടെ മുഴുവൻ സമയത്തും COVID-19 പ്രോട്ടോകോൾ പാലിക്കുന്നതിനുള്ള എല്ലാ നടപടികളും ഉണ്ടാകും. സ്ഥാനാർത്ഥിയും ഒപ്പം വരുന്ന വ്യക്തികളും മാസ്ക്, കയ്യുറകൾ, ഫേസ് ഷീൽഡ് എന്നിവ ഉപയോഗിക്കാൻ ആവശ്യപ്പെടും. സാനിറ്റൈസർ മതിയായ അളവിൽ നൽകും. ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനും റിട്ടേണിംഗ് ഓഫീസർമാർക്കും N95 മാസ്കും ഫേസ് ഷീൽഡും നൽകും. കോവിഡ് മാനദണ്ഡങ്ങളുടെ പശ്ചാത്തലത്തിൽ 1000-ലധികം വോട്ടർമാരുള്ള പോളിംഗ് ബൂത്തുകളിൽ അധിക പോളിംഗ് സ്റ്റേഷൻ ഒരുക്കും. നിലവിലുള്ള 1705 പോളിംഗ് ബൂത്തുകൾക്ക് പുറമെ 938 അധിക പോളിംഗ് സ്റ്റേഷൻ കൂടി ഇത്തവണ ഒരുക്കുന്നുണ്ട്. ജില്ലയിൽ 28 ഇടങ്ങളിൽ അധിക പോളിംഗ് ബൂത്തിന് കെട്ടിട സൗകര്യമില്ലാത്തതിനാൽ അവിടെ പ്രത്യേകം പോളിംഗ് ബൂത്ത് നിർമ്മിക്കുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. CD Net ന്യൂസ്, കായംകുളം.
ഏപ്രിൽ 6-ന് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം കളക്ടറേറ്റിൽ ആരംഭിച്ചു. ജില്ലാ കളക്ടർ എ. അലക്സാണ്ടർ കൺട്രോൾ റൂം ഉദ്ഘാടനം ചെയ്തു. ടോൾ ഫ്രീ നമ്പർ 1950. ഡിവൈഎഫ്ഐ പത്തിയൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിറക്കുളങ്ങര 10ാം വാർഡ് വനിതാ യൂണിറ്റ് കൃഷി ആരംഭിച്ചു. 1.5 ഏക്കർ സ്ഥലത്താണ് എള്ള് കൃഷി ആരംഭിച്ചത്. കൃഷിക്കായി ചിറക്കുളങ്ങര പാൽ സൊസൈറ്റിയുടെ കിഴക്കുവശം പ്ലാക്കീഴിൽ വയലാണ് തിരഞ്ഞെടുത്തത്. തരിശു നിലങ്ങൾ ഏറ്റെടുത്ത് കൃഷി ചെയ്ത് തരിശു രഹിതമാക്കാനാണ് കൂട്ടായ്മയുടെ ഉദ്ദേശം. ഡിവൈഎഫ്ഐ പത്തിയൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിറക്കുളങ്ങര 10ാം വാർഡ് വനിതാ യൂണിറ്റിലെ 15 പേർ ചേർന്നാണ് കൃഷി ആരംഭിച്ചത്. 1.5 ഏക്കർ സ്ഥലത്താണ് എള്ള് കൃഷി തുടങ്ങിയിരിക്കുന്നത്. കൃഷിക്കായി ചിറക്കുളങ്ങര പാൽ സൊസൈറ്റിയുടെ കിഴക്കുവശം പ്ലാക്കീഴിൽ വയലാണ് തെരഞ്ഞെടുത്തത്. തരിശു നിലങ്ങൾ ഏറ്റെടുത്ത് കൃഷി ചെയ്ത് തരിശുരഹിതമാക്കാനാണ് പദ്ധതി ലക്ഷ്യം വെക്കുന്നത്. പത്തിയൂർ 10ാം വാർഡിൽ ഡിവൈഎഫ്ഐയുടെ ഒരു വനിതാ യൂണിറ്റിന് രൂപം കൊടുത്തുകൊണ്ട് അവർ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു. കാർഷിക മേഖലയിൽ അവർ തുടക്കം കുറിച്ചുകൊണ്ട് പത്തിയൂർ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന കാന്താരി കൃഷി, കാന്താരി ഗ്രാമം എന്നുള്ള ഒരു പരിപാടി ഈ വനിതാ യൂണിറ്റ് കാന്താരി കൃഷി തുടങ്ങിക്കഴിഞ്ഞു. ഇതിനെല്ലാം സഹായിക്കുന്നത് CPCRI ആണ്. 1 ഇഞ്ച് പോലും സ്ഥലം തരിശു കിടക്കരുത് എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ കൃഷി സജീവമായിട്ട് മുന്നോട്ട് പോവുകയാണ്. കൃഷി ചെയ്യുന്നതിനായി TVM 6 എന്ന ഇനത്തിൽപ്പെട്ട എള്ളാണ് വിനിയോഗിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് 10ാം വാർഡിൽ തന്നെ ഇവർ കാന്താരി ഗ്രാമം പദ്ധതി നടപ്പാക്കിയിരുന്നു. വിവിധ ഇനം പച്ചക്കറികൾ, ചീര എന്നിവയും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ഡിവൈഎഫ്ഐയുടെയും പത്തിയൂർ ഗ്രാമപഞ്ചായത്തിന്റെയും കായംകുളം കൃഷ്ണപുരം CPCRIയുടെയും സഹായത്തോടെയാണ് കൃഷി മുന്നോട്ട് പോകുന്നത്. എള്ള് കൃഷിയുടെ ഉദ്ഘാടനം വാർഡ് മെമ്പർ ആശാ രാജീവ് നിർവഹിച്ചു. പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് CPCRIയുടെ നേതൃത്വത്തിൽ തരിശുരഹിത ഭൂമിയാക്കി മാറ്റുന്നതിന്റെ ഭാഗമായിട്ട് പത്തിയൂർ കിഴക്ക് ഡിവൈഎഫ്ഐ യൂണിറ്റ് ചിറക്കുളങ്ങര വനിതാ യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ 15ഓളം വരുന്ന സഹാക്കന്മാർ ഈ 1.5 ഏക്കർ കൃഷി സ്ഥലത്ത് എള്ള് കൃഷി ഇന്ന് ആരംഭിക്കുകയാണ്. ഡിവൈഎഫ്ഐ വനിതാ യൂണിറ്റ് പ്രസിഡന്റ് ലാവണ്യ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി ദേവി സ്വാഗതം പറഞ്ഞു. രാജേഷ്, ശ്രീജിത്ത്, S. ഗോപിനാഥൻ പിള്ള, രമേശൻ, സതീശൻ, രാജൻ, വിദ്യ, സന്ധ്യ, അഞ്ജലി, ശ്രീതു, സുനിത തുടങ്ങിയവർ സംസാരിച്ചു. CDNet ന്യൂസ് കായംകുളം. ജീവകാരുണ്യ പ്രസ്ഥാനമായ കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ ഹരിപ്പാട് പരിപ്പുവടയും സുലൈമാനിയും ചലഞ്ച് നടത്തി. കാർത്തികപ്പള്ളി ചിങ്ങോലി പഞ്ചായത്തിൽ 5ാം വാർഡ് സ്വദേശിയായ ഇരുവൃക്കകളും തകരാറിലായ ഗൃഹനാഥന്റെയും ഗർഭാശയ സംബന്ധമായ അസുഖബാധിതയായ ഭാര്യയുടെയും രോഗിയായ മകന്റെയും അടിയന്തര ചികിത്സയ്ക്കും ജീവനോപാധിക്കും തുക കണ്ടെത്തുവാനായാണ് ചലഞ്ച് സംഘടിപ്പിച്ചത്. കാർത്തികപ്പള്ളി ചിങ്ങോലി ഗ്രാമപഞ്ചായത്തിലെ 5ാം വാർഡിൽ പള്ളിപ്പറമ്പിൽ പടിയിറ്റതിൽ എന്ന വീട്ടിൽ ഇരുവൃക്കകളും തകരാറിലായ ഗൃഹനാഥന്റെയും ഗർഭാശയ സംബന്ധമായ അസുഖബാധിതയായ ഭാര്യയുടെയും രോഗിയായ മകന്റെയും അടിയന്തര ചികിത്സയ്ക്കും ജീവനോപാധിക്കും തുക കണ്ടെത്തുന്നതിനായാണ് ജീവകാരുണ്യ പ്രസ്ഥാനമായ കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ ഹരിപ്പാട് പരിപ്പുവടയും സുലൈമാനിയും ചലഞ്ച് നടത്തിയത്. 1ാം തരം പരിപ്പുവട കഴിക്കുവാനും ഇഞ്ചിയും പുതിനയിലയും ഇട്ട് തിളപ്പിച്ച കട്ടൻ ചായ കുടിക്കുവാനും നിരവധി പേരെത്തി. മാധവ ജംഗ്ഷനിൽ രാവിലെ 8 മണി മുതൽ വൈകിട്ട് 6:30 വരെയാണ് ചലഞ്ച് നടത്തിയത്. ചെറുതും വലുതുമായ തുക ഇതിലൂടെ ശേഖരിച്ചു. തുക ശേഖരിച്ച വഞ്ചിയുടെ താക്കോൽ ചിങ്ങോലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ കൈവശമാണ് ഉള്ളത്. 1,22,120 രൂപ ലഭിച്ചുവെന്ന് ചലഞ്ചിന് നേതൃത്വം നൽകിയ കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ ചെയർമാൻ ഷാജി കെ ഡേവിഡ് അറിയിച്ചു. കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മയുടെ 2 മാസം തുടർച്ചയായ 7ാമത്തെ ചലഞ്ച്. ഈ 7 ചലഞ്ചിൽ കൂടി 10 കുടുംബങ്ങളുടെ കണ്ണുനീര് ഒപ്പുവാൻ, അവർക്കൊരു കൈത്താങ്ങാകുവാൻ കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മയ്ക്ക് സാധിച്ചു. കപ്പലണി ചലഞ്ച്, ഉണ്ണിയപ്പൻ ചലഞ്ച്, മോരും വെള്ളം ചലഞ്ച്, ഭിക്ഷാ ചലഞ്ചിൽ കൂടിയൊക്കെ അതിശയമാണ് നടന്നത്. നടുവ് തളർന്നു കിടക്കുന്ന ഒരു അമ്മയെ സഹായിക്കുവാൻ, 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി കുടുംബത്തിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന കരളലിയിക്കുന്ന രംഗമാണ് ഭിക്ഷാ ചലഞ്ചിലേക്ക് ഞങ്ങളെ പ്രേരിപ്പിച്ചത്. ഈ പെട്ടികളൊക്കെ പൊട്ടിക്കുമ്പോൾ ഞങ്ങൾക്കറിയാം ഈ പറഞ്ഞ തുക ഈ അമ്മയ്ക്ക് കൊടുക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കും. കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മയുടെ 7ാമത്തെ ചലഞ്ചാണ് ഇത്. അനിത, സുജിത്, മിനി, ശ്രീജേഷ്, സിബി ജോർജ്, അജി, ശ്രീജിത്ത് പത്തിയൂർ, അപ്പുണ്ണി എന്നിവരും നേതൃനിരയിലുണ്ടായിരുന്നു. പല കണ്ണുനീരും പല ദുഃഖത്തിൻ്റെ കഥകളുമായി നിങ്ങളുടെ മുമ്പിൽ സർബത്ത് ചലഞ്ചായും ദോശ ചലഞ്ചായും ഒക്കെ നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ നിങ്ങൾ സഹകരിക്കണം. CDNet ന്യൂസ് ഹരിപ്പാട്. സേവാഭാരതിയുടെ നേതൃത്വത്തിൽ കിടപ്പ് രോഗികൾ, വയോജനങ്ങൾ, രോഗാതുരരായവർ എന്നിവർക്ക് സ്വാന്തനവുമായി മാവേലിക്കരയിൽ കനിവ് പാലിയേറ്റീവ് കെയർ പദ്ധതിക്ക് തുടക്കം കുറിച്ചു. പ്രശസ്ത അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ സതീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സേവാഭാരതിയുടെ നേതൃത്വത്തിൽ കിടപ്പ് രോഗികൾ, വയോജനങ്ങൾ, രോഗാതുരരായവർ എന്നിവർക്കായി
കനിവ് പാലിയേറ്റീവ് കെയർ പദ്ധതിക്ക് തുടക്കമായി. മാവേലിക്കര കൊച്ചിക്കൽ വിദ്യാധിരാജ LP സ്കൂളിൽ പ്രശസ്ത അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ സതീഷ് കുമാർ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മാവേലിക്കര സേവാഭാരതി അധ്യക്ഷൻ സുരേഷ് കുമാർ കൊച്ചിക്കൽ അധ്യക്ഷത വഹിച്ചു. സേവാഭാരതി ആലപ്പുഴ ജില്ലാ വൈസ് പ്രസിഡന്റ് K മുകുന്ദൻകുട്ടി സേവാ സന്ദേശം നൽകി. ചടങ്ങിൽ ജില്ലാ സമിതി അംഗം ഗോപൻ ഗോകുലം, K ബാബു, RP ബാലാജി, രാജശേഖരൻ പിള്ള, അനീഷ്, മനോജ് മുന്നമൂട് തുടങ്ങിയവർ പങ്കെടുത്തു. ആദ്യഘട്ടത്തിൽ മാവേലിക്കര നഗരസഭാ പരിധിയിലാണ് പദ്ധതി നടപ്പാക്കുക. പ്രശസ്ത ഡോക്ടർമാർ, ആരോഗ്യ വിദഗ്ധർ എന്നിവരടങ്ങുന്ന സംഘമാണ് സ്വാന്തന പരിചരണ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത്. CD നെറ്റ് ന്യൂസ്, മാവേലിക്കര. ആർട്ട് ഫൗണ്ടേഷൻ ഓഫ് വൈഡ് മലയാളി എന്ന അഭൗമ സംഘടനയുടെ നേതൃത്വത്തിൽ കോവിഡും കേരളവും എന്ന വിഷയത്തെ ആസ്പദമാക്കി കായംകുളത്ത് സമൂഹ ചിത്രരചന നടത്തി. ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ കിഴക്കേ മതിലരികിലാണ് ചിത്രരചന നടത്തിയത്. അഡ്വക്കേറ്റ് U പ്രതിഭ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ആർട്ട് ഫൗണ്ടേഷൻ ഓഫ് വൈഡ് മലയാളി എന്ന അഭൗമ സംഘടനയുടെ നേതൃത്വത്തിൽ കോവിഡും കേരളവും എന്ന വിഷയത്തെ ആസ്പദമാക്കി കായംകുളത്ത് സമൂഹ ചിത്രരചന നടത്തി. ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ കിഴക്കേ മതിലരികിലാണ് ചിത്രരചന നടത്തിയത്. വലിച്ചുകെട്ടിയ ദീർഘമേറിയ വെളുത്ത ക്യാൻവാസിൽ അഭൗമയിലെ പ്രഗത്ഭരായ ചിത്രകാരന്മാരും നാഷണൽ സർവീസ് സ്കീം വിദ്യാർത്ഥികളും സാഗയിലെ കലാകാരന്മാരും SPC വിദ്യാർത്ഥികളും സംയുക്തമായി വരയും വർണ്ണവും നിറയ്ക്കുകയായിരുന്നു. അഡ്വക്കേറ്റ് U പ്രതിഭ MLA സമൂഹ ചിത്രരചന ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്കറിയാം, വിവാഹം എന്നൊക്കെ പറയുമ്പോൾ ആ വിവാഹത്തോടനുബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ നടക്കും. അവിടെ കാറ്ററിംഗുകാരുണ്ടാവും, അല്ലെ, ഇവന്റ് മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് ഇത്ര ചെറുപ്പക്കാരൊക്കെ ഇങ്ങനെ മെർജ് ചെയ്ത് വന്നിരുന്നു. അവിടെ എല്ലാം അതുപോലെ കലാകാരന്മാര്, ഞാൻ അഭൗമയായിട്ട് സംസാരിച്ചപ്പോൾ പറയാൻ ഏറ്റവും കൂടുതൽ പ്രയാസം അല്ലേ കലാകാരന്മാർക്കാണ്. പെർഫോമിംഗ് ആർട്ടിസ്റ്റുകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ട് വന്നു. ഇതിന് സിനിമ പോലും തിയേറ്ററുകളിൽ പ്രദർശനമില്ല, OTT പ്ലാറ്റ്ഫോമിലേക്ക് സിനിമ ആകുന്നു ഒക്കെ നമ്മൾക്കെല്ലാം അറിയാം. അങ്ങനെ എല്ലാ മേഖലകളിലും അവിടെയാണ് അഭൗമ എല്ലാ വിഭാഗം കലാകാരന്മാരെയും. അഭൗമയുടെ സംഘാടകരും ഞാനുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ ഇതാണ്, ഒരു സിനിമ വിജയിച്ചാൽ നമ്മൾ നടീനടന്മാരെ മാത്രമാണ് പലപ്പോഴും നമ്മുടെ മനസ്സിലുള്ളത്. കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ P ശശികല അധ്യക്ഷയായി. നാഷണൽ സർവീസ് സ്കീം ആലപ്പുഴ ജില്ലാ കോർഡിനേറ്റർ KV വസന്തരാജൻ, കായംകുളം നഗരസഭ വൈസ് ചെയർമാൻ J ആദർശ്, കൗൺസിലർ K പുഷ്പദാസ്, AEO M ഹുസൈൻ, BPO ബേബികുമാർ, T മുനീർ, മനോജ് ചന്ദ്രതോപ്പിൽ, സോണി ശങ്കർ എന്നിവർ സംസാരിച്ചു. അഭൗമ ചെയർമാൻ പ്രതാപൻ രാജപ്പൻ സ്വാഗതവും സെക്രട്ടറി ജയകുമാർ മഠത്തിൽ നന്ദിയും പറഞ്ഞു. വിമർശനാത്മകമായ കാര്യങ്ങൾ വരാം. അതിനോടൊപ്പം തന്നെ സമൂഹത്തിൻ്റെ നല്ല നല്ല കാര്യങ്ങളെ സംബന്ധിച്ച്, ഇന്ന് നിലനിൽക്കുന്ന മറ്റു കാര്യങ്ങളെ സംബന്ധിച്ച്, എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും ഈ കലയിൽ കൂടി നമുക്ക് ഉരുത്തിരിഞ്ഞ് വരാൻ കഴിയണം. അതിനെല്ലാം ഉള്ള കഴിവുള്ളവർ തന്നെയാണ് നിങ്ങൾ. തീർച്ചയായിട്ടും ഒരാൾ പോലും അതിനകത്ത് പിന്നിട്ട് നിൽക്കില്ല. തീർച്ചയായിട്ടും ആ നിലയിലുള്ള ഒരു നല്ലൊരു ചിത്രരചന ക്യാമ്പ് തന്നെ ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. CD നെറ്റ് ന്യൂസ്, കായംകുളം. ആലപ്പുഴ ജില്ലയിൽ 137 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഒരാൾ വിദേശത്തു നിന്നും ഒരാൾ മറ്റ് സംസ്ഥാനത്തു നിന്നും എത്തിയതാണ്. 133 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 2 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 417 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ആകെ 75,210 പേർ രോഗമുക്തരായി. 3,128 പേർ ചികിത്സയിലുണ്ട്. കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായി 15,155 പേർ ജില്ലയിൽ ക്വാറന്റീനിലാണെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. 152 പേർ വൈറസ് ബാധിച്ച് ആശുപത്രികളിൽ ചികിത്സയിലുണ്ട്. CFLTCകളിൽ ചികിത്സയിലുള്ളത് 518 പേരാണ്. വീടുകളിൽ 1,801 പേർ ഐസൊലേഷനിൽ കഴിയുന്നു. കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായി ജില്ലയിൽ 15,155 പേർ ക്വാറന്റൈനിലുണ്ടെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. 152 പേർ വൈറസ് ബാധിച്ച് ആശുപത്രികളിൽ ചികിത്സയിലുണ്ട്. CFLTCകളിൽ ചികിത്സയിലുള്ളത് 518 പേരാണ്. വീടുകളിൽ 1,801 പേർ ഐസൊലേഷനിൽ കഴിയുന്നു. പുതിയതായി 77 പേരെ ആശുപത്രി നിരീക്ഷണത്തിൽ പ്രവേശിപ്പിച്ചു. 417 പേർ രോഗമുക്തരായി. 387 പേരെ പുതുതായി ക്വാറന്റൈനിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. 117 പേരെ ക്വാറന്റൈനിൽ നിന്നും ഒഴിവാക്കിയിട്ടുമുണ്ട്. CD നെറ്റ് ന്യൂസ്, കായംകുളം. പ്രധാന വാർത്തകൾ വീണ്ടും. ജില്ലയിലെ CPM സ്ഥാനാർത്ഥികളുടെ പ്രാഥമിക സൂചനയായി കായംകുളത്ത് പ്രതിഭയ്ക്ക് പുറമെ അഡ്വക്കേറ്റ് KH ബാബുജാന്റെ പേരും. ഇന്ധനവില വർധനയിൽ പ്രതിഷേധം. സംയുക്ത സമരസമിതിയുടെ വാഹന പണിമുടക്ക് ചൊവ്വാഴ്ച. KSRTC യൂണിയനുകളും സ്വകാര്യ ബസ് സംഘടനകളും പങ്കെടുക്കും.
പാചകവാതക വില വർധന അസഹനീയം. ഹോട്ടൽ ഉടമകൾ ഹോട്ടലുകളുടെ മുന്നിൽ ഗ്യാസ് കുറ്റി നിരത്തി അടുപ്പ് കൂട്ടി പാചകം ചെയ്ത് പ്രതിഷേധ സമരം നടത്തി. ജില്ലയിൽ 137 പേർക്ക് കോവിഡ്, 133 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം, 15,155 പേർ ക്വാറന്റീനിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.